ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു ചെറിയ ഷോപ്പിങ്ങിന് പോവാണ്. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് പോവാണ്. ആദം ബേബിനെ കൊണ്ട് പോകണം. ഇനിയിപ്പോൾ എന്താവും അവസ്ഥ എന്നുള്ളത് അറിയില്ല. അവിടെ ചെന്ന് കഴിയുമ്പോൾ ചിലപ്പോൾ എല്ലാ സാധനങ്ങളും വലിച്ച് താഴ്ത്തിടലായിരിക്കും. വലിച്ച് താഴ്ത്തിടാൻ എടുത്ത് വയ്ക്കുക. ആ പരിപാടി ആയിരിക്കും. നോക്കാൻ എന്താവും. ഇത് നമ്മുടെ ആദം ബേബി ദേവടി ഉണ്ട് കേട്ടോ. ആദം ബേബിയുടെ ഡ്രസ്സുകൾ പുതിയത് വാങ്ങിയത് എടുത്തു വെച്ചു. ഞാൻ അത് ചെറുതാന്ന് പറഞ്ഞു, അല്ല വലുതാന്ന് പറഞ്ഞൊക്കെ എടുത്തു വെച്ചു. ഇപ്പം ഇട്ട് വയ്ക്കുമ്പോൾ അത് ചെറുതായിട്ട് ടൈറ്റ് ചെയ്ത് തുടങ്ങി. മുൻപ് തുടങ്ങി അങ്ങനെ തന്നെയായിരുന്നു. ഒക്കെ ഞാൻ എടുത്തു വയ്ക്കും. ചെറുതെടുത്ത് പറഞ്ഞു, അല്ല വലുതെടുത്ത് പറഞ്ഞു. കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അവനത് ഇടാൻ പറ്റില്ല. ഇപ്പം അതായി അവസ്ഥ. ഞാൻ പോണില്ല, ഞാൻ നിന്നെയും കൊണ്ട് പോവുള്ളൂ. ഞാൻ ഒറ്റയ്ക്ക് പോണില്ല, നിന്നെയും കൊണ്ട് പോവുള്ളൂ. നീ പേടിക്കണ്ട. പോണ്ട, ടാറ്റ പോണ്ട. വലിയ ചെക്കനായ നീ. ഈ വലിയ ചെക്കനായ ബനിയനും ഷർട്ടൊക്കെ ഇട്ട്, അല്ല ബനിയൻ ഷർട്ടും ട്രൗസറൊക്കെ ഇട്ട് വലിയ ചെക്കനായ. എന്നിട്ട് ചെയ്യുന്ന കടയിൽ പോയിട്ട് എന്നിട്ട് ചെയ്യാ സാധനങ്ങൾ പറക്കിയിടോ. ഇനി അത് പറക്കി നോക്കി. ഇതാരുണ്ടാക്കി വെച്ച ആദം ബേബി? ഈ ബിൽഡിങ് വീടൊക്കെ ആരുണ്ടാക്കി വെച്ചേ? കുട്ടുചാട്ടൻ ഉണ്ടാക്കി വെച്ചതാണോ ഇത്? കുട്ടുചാട്ടൻ ഉണ്ടാക്കിയ വീടൊക്കെ തകർക്കണ്ടാരാ? ആദം ബേബിയാണോ? ഇന്നിപ്പോൾ മഴയില്ല കേട്ടാ. മഴയുണ്ടെങ്കിൽ പെട്ടേനെ. ഇന്നിപ്പോൾ പുറത്തേക്ക് നോക്കുമ്പോൾ മഴ പെയ്യണ ഒരു ലക്ഷണം കാണില്ല. ഇനിയിപ്പോൾ പോയി അവിടെ എത്തുമ്പോൾ മഴ പെയ്യാവോ? എന്താ പ്രശ്നം? നടക്കണ്ട, ഓടിയാക്കിട്ട് നടന്നേ. നോക്കട്ടെ, ഡ്രഷ് നോക്കട്ടെ. ഡ്രഷ് വണ്ടികൾ പോകണ്ട്. ഓട്ടച്ച വരും. എല്ലാവരും വിളിക്കും. ഓട്ടച്ച. എങ്ങടെ പോണേ? എങ്ങടാ? ഇങ്ങോട്ട് വാ. ഡ്രസ്സ് നോക്കല്ല. ഇങ്ങോട്ട് വായോ പോ നമുക്ക്. അമ്മിച്ചി ഓട്ടർഷ വന്നുട്ടാ. ആദ്യം ബേബി ഓട്ടർഷ വന്നു. ഓട്ടർഷ പോണ്ടേ? അമ്മാമ്മ വിളിക്ക്. ഓട്ടർഷേട്ടാ പോണേ. നീ ഇറങ്ങണല്ലതാ ഞാൻ പറഞ്ഞ ഷർട്ട് ടൈറ്റായിന്ന്. ഇറങ്ങണല്ലേ? സാധനങ്ങള് വലിച്ചിരുന്നില്ലേ ഇന്ന് കടയിലെ? സാധനങ്ങൾ വലിച്ചിരുന്നില്ലേ? താഴത്ത് ഇറക്കിയ വലിച്ചിടും. ഇറക്കാത്ത നിൽക്കണ്ട വെച്ച് പെട്ട് നിൽക്കുക. അപ്പച്ചനോ? ഇപ്പോൾ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങി. ഇപ്പോൾ മെഡിക്കൽ ഷോപ്പിൽ വന്നിട്ട് നമ്മുടെ ആദം ബേബിക്ക് പൗഡർ, സോപ്പ് സാധനങ്ങൾ കുറച്ച് വാങ്ങാനുണ്ട്. അത് വാങ്ങാൻ വേണ്ടി വന്നേക്കാം. സാധനങ്ങളൊക്കെ വാങ്ങി, പക്ഷെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയത്. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. ഇനിയിപ്പോൾ ഞങ്ങൾ ഷേക്ക് കുടിക്കാന്ന് വെച്ചിട്ട് വന്നേക്കാം. ഷേക്ക് വേണം. ഈശോയെ ഷേക്ക് വേണം. ഇതെവിടെ നിന്നേക്കണേ? മേടിച്ചു തുടങ്ങിയവന് ക്രിമികടി. ഐസ്ക്രീം വേണം. ആദം ബേബിക്ക് ഐസ്ക്രീം വേണം. ഐസ്ക്രീം പിന്നെ നമ്മുടെ ഷേക്ക് വന്നോട്ടാ. ആദം ബേബിക്ക് വേണം. മതിട്ടാ. എന്താ ഇതാണോ വേണ്ടേ? ഏതാ വേണ്ടേ? അക്കീമാണോ വേണ്ടേ? അമ്മീ നല്ല വെച്ചിട്ടുണ്ടല്ലേ, നല്ല മധുരം ഉണ്ടല്ലേ. മിടുക്കണതിന് ഷുഗറുള്ള ഞാനോ ഷേക്ക് കുടിക്കാൻ പോണ ആരും കാണണ്ടത്. ഇത് അത് കൂട്ടിട്ട് വേണം. ഏതാ വേണ്ട? നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടാ. വിചാരിച്ച പോലെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. വാങ്ങിച്ച സാധനങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, പക്ഷെ വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. കുറച്ച് എന്നിട്ടാണ് പറയാം. ഡ്രസ്സ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് പോയി. ആദം ബേബിക്ക് കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങും. എനിക്കും ആദം ബേബിക്കൊക്കെ കുറച്ച് ഡ്രസ്സ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് പോയത്. അപ്പോൾ കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങി. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇപ്പോൾ വീട്ടിൽ ജസ്റ്റ് എത്തിയിട്ടുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോൾ ഡ്രസ്സൊക്കെ മാറിക്കഴിഞ്ഞ് ഒന്ന്
റിലാക്സ് ആയി കഴിയുമ്പോൾ ഡ്രസ്സുകൾ വാങ്ങി സാധനങ്ങൾ എന്തിട്ടൊക്കെയാന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ ഡെലിവറിയുടെ ടൈമൊക്കെ ആവാറായില്ല. അപ്പോൾ ഡെലിവറിക്ക് കുറച്ച് പ്രിപ്പറേഷൻസൊക്കെ ജസ്റ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വെച്ചിട്ടാണ് കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങിയത്. കാരണം ഡ്രസ്സുകളൊക്കെ ടൈറ്റായി തുടങ്ങിയപ്പോൾ പിന്നെ നമുക്ക് ഡ്രസ്സുകൾ വാങ്ങണം. തൃശ്ശൂരൊക്കെ വരെ ഇവനെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മളിവിടെ അടുത്തുനിന്ന് കടയിൽ നിന്ന് വാങ്ങി തൃശ്ശൂർക്ക് പോയി കഴിഞ്ഞാൽ ഇവനെ കൊണ്ടുപോകാൻ ആളുണ്ടെങ്കിൽ പോകുമായിരുന്നു. പക്ഷേ ഒറ്റയ്ക്ക് ഇവനെ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായിരിക്കും, മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാനും അമ്മച്ചും കൂടി പോയി ഇങ്ങനെ വന്നു. നമ്മൾ ടോപ്പ് വാങ്ങി. ഇത് കണ്ട ഒരു ബ്ലാക്ക് കളർ ടോപ്പ്, ഇത് കണ്ട 2 സൈഡിൽ സിബുള്ള ടോപ്പ് വാങ്ങിയതാട്ടോ. പിന്നെ അതുപോലത്തെ തന്നെ സെയിം ഒരു ബ്ലൂ ടോപ്പ്, പിന്നെ വേറൊരു ടോപ്പ്. ഞാനൊരു 3 ടോപ്പ് വാങ്ങി. പിന്നെ എന്നിട്ടാണ് വാങ്ങിയത്, പിന്നെ വേറൊരു ടോപ്പ് വാങ്ങിയത്. ഇത് നല്ല ടോപ്പാണ്. ഇതൊക്കെ നമ്മൾ വീട്ടിലിടാൻ വേണ്ടിയിട്ട് മറ്റേ ടോപ്പുകൾ വാങ്ങി. ഇത് നമ്മൾ പുറത്തേക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള ടോപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ടോപ്പുകൾ വാങ്ങി. പിന്നെ ആദം ബേബിക്ക് കുറച്ച് ഡ്രസ്സ് വാങ്ങി. അങ്ങനെ സാധനങ്ങൾ വാങ്ങി. പിന്നെ ഒരു കുഞ്ഞ് ബ്രഷ് വാങ്ങി. കാരണം ഞാനെന്നും പല്ല് തേക്കുന്ന സമയത്ത് ഇവന് ബ്രഷ് കിട്ടാൻ വേണ്ടിയിട്ട് ഫുള്ള് ബ്രഷ് എൻ്റെ പിന്നാലെ നടക്കലാണ് ബ്രഷ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ബ്രഷ് വാങ്ങി. അപ്പോൾ ഞാൻ പല്ലേക്കുമ്പോൾ ഇവന് കൊടുക്കാമല്ലോ. അതിന് വലിയ എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യം തന്നെയാണ്. എനിക്ക് ഇഷ്ടമൊക്കെ തന്നെയാണ് ഷോപ്പിങ്ങിന് പോകാൻ. പക്ഷേ എന്നെ കൊണ്ട് ഷോപ്പിങ്ങിന് പോകാൻ ആർക്കും ഇഷ്ടമല്ല. വേറെ ഒന്നല്ല, ഞാൻ ഒരു ഡ്രസ്സ് എടുത്ത് കഴിഞ്ഞാൽ എൻ്റെ കളർ ചേഞ്ചുകൾ നോക്കും. വേറെ കളറുണ്ടോ അങ്ങനെ നോക്കും. ഡിന്നിയൊക്കെ എപ്പോഴും പറയും, ഡിന്നി പോയി കഴിഞ്ഞാൽ ഡ്രസ്സ് ഇപ്പോൾ കടയിൽ പോകണമെങ്കിൽ ഒരു ഡ്രസ്സ് കാണിച്ചിട്ട് പറയും ആ ഡ്രസ്സ് എടുത്തോളും. പക്ഷേ എൻ്റെ സ്വഭാവം അങ്ങനെയല്ല. അതുകൊണ്ട് എൻ്റെ ഭർത്താവിനും എൻ്റെ കൂടെ ഷോപ്പിങ്ങിന് വരാൻ വലിയ ഇഷ്ടമില്ല. പെട്ടെന്ന് ഡ്രസ്സ് എടുക്കൽ കഴിയില്ല, കളർ ചേഞ്ച് നോക്കി എടുക്കും. ഞങ്ങളൊരു മന്ത്രകോടി എടുക്കാൻ പോയ കഥയുണ്ട് എൻ്റെ ദേവി. ആ കടയിലെ ചേച്ചിമാർ ഇപ്പോഴും എന്നെ കാണുമ്പോൾ അത്ര ഓർമ്മയുണ്ട്. കാരണം അന്ന് ഡ്രസ്സ് എടുക്കാൻ പോയി ഞാൻ കുറേ ഡ്രസ്സുകളൊന്നും എടുത്തിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പക്ഷേ എനിക്ക് എൻ്റെ ഒരു ഇതനുസരിച്ച് എനിക്ക് അധികം എന്താ പറയുക, അധികം റേറ്റ് ആവാൻ പാടില്ല, എന്നാൽ നല്ല ഡ്രസ്സും കിട്ടണം. എല്ലാവരും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. ചിലവർ ചിലപ്പോൾ പൈസയും ഇതൊന്നും നോക്കില്ല. ഞാൻ പൈസ എങ്ങനെയാണ്, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡ്രസ്സ് ഇഷ്ടമായോ, ആ പൈസയ്ക്കുള്ള ഡ്രസ്സ് ഉണ്ടോ, അങ്ങനെയൊക്കെ നോക്കിയിട്ട് ഞാൻ ഡ്രസ്സ് എടുക്കുള്ളൂ. അതുകൊണ്ട് എൻ്റെ സെലക്ഷന് കുറച്ച് ടൈം എടുക്കും. ഇന്നത്തെ ചെറിയൊരു ഷോപ്പിംഗ് വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ.